നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏതാ പെണ്ണ്? എന്താ പേര്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി അർഹിക്കുന്നായിരുന്നെങ്കിൽ ഞാനൊന്ന് പറഞ്ഞനെ. വിജയനോട് സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു. ഓ, ഒളിച്ചു നിൽക്കുന്നതും ഒളിഞ്ഞു കേൾക്കുന്നതും നല്ല ശീലമല്ല. പറയാനുള്ളൊന്നും നേരിട്ട് പറയില്ലല്ലോ, മനസ്സിൽ അടക്കി വെക്കും. അവളെ ഇന്ന് വീണ്ടും കണ്ടൂന്ന്. അവൾ ആരാന്നാ ചോദിച്ചേ? അത് താൻ അറിയേണ്ട കാര്യമില്ല. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാ, ഒരു മുറിയിലാ ഉറങ്ങുന്നത്. ഇതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഇന്ന് തന്റെ വീട്ടിൽ വെച്ച് മാന്യമായ ഒരു കരാറ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഇനിയുള്ള ജീവിതം എങ്ങനെ വേണമെന്നുള്ള ഒരു കരാർ. നമ്മുടെ ജീവിതത്തിന്റെ സ്വകാര്യതകൾ അടുത്ത ആളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. സോ ഇതെന്റെ പേഴ്സണൽ വിഷയം. അതാരായാലും കണ്ടെത്താൻ എനിക്ക് പറ്റില്ല എന്നാണോ? കണ്ടെത്തിയിട്ട് എന്താ വിശേഷം? ഞാൻ അവളെ കണ്ടെത്തുന്നത് മാത്രമാണ് വിശേഷം. അത് സാധിച്ചു. പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോ അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോ, മനസ്സിൽ വെച്ച് പൂജിക്കുന്ന ആ വിഗ്രഹം താഴെ വീണ് ഉടയാനുള്ളത്. പ്രിയങ്ക, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കുറച്ചു മുൻപേ പറഞ്ഞല്ലോ സ്ത്രീകളുടെ സ്വഭാവം. ശരിയാ, ഞാൻ അല്പം സ്വാർത്ഥതയും അസൂയൊക്കെ ഉള്ളവളാ. നിങ്ങളെ സ്നേഹിക്കുന്നവളെന്ന് പറഞ്ഞാലേ എന്നെ കബളിപ്പിച്ചോളന്നല്ലേ? അപ്പൊ പിന്നെ അവളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ? പറഞ്ഞ കരാറിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറണ്ട. മാറി അങ്ങനെ പോയാ എന്റെ പെരുമാറ്റം നീ സഹിക്കില്ല. നമുക്ക് കാണാം. എന്നെ മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരെയും വീട്ടുകളാക്കല്ലേ. ഇത് എത്ര ദൂരം മുന്നോട്ട് പോകുന്നു ഞാൻ കാണിച്ചു തരാം. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം പോകും, അതിൽ നിനക്കൊരു സംശയം വേണ്ട. എന്താ എന്താ ഇവിടെ നിൽക്കുന്ന? അത് നിങ്ങൾ ഉറങ്ങിയോന്നറിയാം. നാണമില്ലേ ഏട്ടത്തിക്ക് അനുജന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ? അല്ല, ഞാനേ വരുൺ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സൂര്യയുടെ ഒരു കാര്യം പറയാൻ വന്നായിരുന്നു. എങ്കിൽ ചെന്ന് പറയാൻ. അല്ലെങ്കിലേ ഇപ്പൊ വേണ്ട, ഞാനേ നാളെ രാവിലെ ഒന്ന് പറഞ്ഞോളാം. പെട്ടെന്ന് ആവശ്യം തീർന്നു അല്ലേ? ഏത് സമയത്തും ആഡംബരത്തെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കുമല്ലോ. ഇത്തരം പ്രവൃത്തികൾ കൾച്ചറിന്റെ ഭാഗമാണോ? എടി, നീയേ കൂടുതൽ ദേഷ്യപ്പെടൊന്നും വേണ്ട, ഞാനേ പോവാ. പിന്നെ നീയേ കണ്ടുപിടിക്കേണ്ടതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴേ എന്റെ ആവശ്യം നിനക്ക് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.